നോമ്പുകാല ചിന്തകൾ. ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു. പരിശുദ്ധനായ ദൈവം മനുഷ്യരുടെ ദുഷ്ടതയുടെയും പാപത്തിൻ്റെ സമ്പത്തിലും നടുവിൽ സംസ്കരിക്കപ്പെടുമ്പോൾ ദൈവിക സത്ത തന്നെ സ്വയം ഇല്ലായ്മ ചെയ്ത് അത്രമേൽ ശൂന്യവൽക്കരിക്കപ്പെട്ടു. ഒരു വസ്തു കത്തിച്ചാമ്പലാകുമ്പോൾ എത്രമാത്രം ശക്തിയും സൗന്ദര്യവും ആകർഷണതയും ഉണ്ടെങ്കിലും ഒരു പിടി ചാരമായി മാത്രം മാറുന്നു. എന്നാൽ ദൈവം തൻ്റെ ഈ സഹനങ്ങളെയെല്ലാം സ്വർഗീയ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് ഉയർത്തുകയായിരുന്നു. ദൈവിക ചിന്തയുടെ പ്രവൃത്തിയും ലോകത്തിലെ മനുഷ്യരുടെ ബുദ്ധിയും എത്രമേൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണത്തിൽ കൂടി വിശ്വാസികളായ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ആമേൻ.